ഇതാണ് ആ വനമുത്തശ്ശിയുടെ വീട്. കാടിനുള്ളിൽ മലേന്റെ ഇടുക്കിൽ ഒറ്റക്ക് താമസിക്കണം. ഇത്രയും ഭംഗിയുള്ളൊരു വീട് ഭൂമിയിൽ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല. അടുപ്പിലാണ് ഇവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ കാട് കയറി വിറകും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാലേ തീ കത്തിക്കാൻ പറ്റുള്ളൂ. നല്ല വൃത്തിയാക്കി അടുക്കി സൂക്ഷിച്ചേക്കാണ്. ഇതാണ് ആ വനമുത്തശ്ശിന്റെ വീട്. നമ്മളൊക്കെ താമസിക്കണത് ആ കാണുന്ന താഴത്ത് ഈ കാണുന്ന വീടുകളില്ല. എത്രയും ഹൈറ്റിലാണ് ഇവർ താമസിക്കണതെന്ന് മനസ്സിലായില്ല. അപ്പൊ അത്രയും പൊക്കത്തിലാണ് ഇവരുള്ളത്. ഇതെന്താ പാലേ? എന്തുവാ ലക്ഷിപ്പാലയാണോ? കല്ലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചോട്ടില്. നമ്മളിന്ന് മലേൻ്റെ മേലെ ഒരു വനമുത്തശ്ശി ഉണ്ട്. കൊടും ഹൈറ്റിലാണ്. സൗണ്ടൊക്കെ പോയി മല കയറി. നമ്മളിന്ന് അവരെ കാണാനായിട്ട് പോയാണ്. ഫുൾ കാടിനകത്താണ്. വഴി ഇത് തന്നെയാണോ? ഞങ്ങൾക്കും കയറി പോകാനുള്ള വഴിയൊന്നും അറിയില്ല കേട്ടോ. ഏകദേശം ഒരു ഊഹത്തിന്റെ പുറത്ത് കയറിപ്പോയാണ്. ഇനി കാടിനകത്ത് പെട്ടുപോകുമെന്ന് അറിയില്ല. ഇത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. പക്ഷെ നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു മുത്തശ്ശി ഒറ്റക്ക് താമസിക്കണ കാര്യം. ഈ വഴി കൂടി അവരെങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണല്ലോ അത്രയും പ്രായമായ ആൾക്കാർ. വഴി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. ഇങ്ങനൊരു വനമുത്തശ്ശി താമസിക്കണ കാര്യം അധികം ആൾക്കാർക്കും അറിയാത്തൊരു സംഭവം കേട്ടോ. എവിടെയാണ് എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലൊക്കേഷൻ പറയണില്ല. ലൊക്കേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടിയൊക്കെ കയറി വരും. പിന്നെ അത് അവസാനം അവർക്കത് ബുദ്ധിമുട്ടായി മാറും. ഇവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടല്ലോ. ആൾക്കാർ കയറി വന്നിട്ടല്ലേ ഈ വഴിയൊക്കെ. ഒരു 3500-4000 അടിക്ക് ഇടക്കുള്ളിലാണ് ഈ വനമുത്തശ്ശിയുടെ വീട് വരുന്നത്. അപ്പോൾ അത്രയും മേളിലേക്ക് നമ്മൾ നടന്നു കയറണം. വൺ ടാസ്ക്കാണ്. ഇതേപോലെയുള്ള കാട്ടുവഴികളിലൂടെയാണ് നടന്നു കയറുന്നത്. അവരിറങ്ങി പോകാനും കയറി വരാനും ഒരു വഴി ഉണ്ടാവും. നമുക്കത് അറിയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങിയാണെന്ന് കയറി പോണത്. എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. എനിക്കൊരു സംഭവം തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത്. കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇതെന്താ പാലേ? എന്തുവാ ലക്ഷിപ്പാലയാണോ? കല്ലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചോട്ടില്. ഇത്ര മേളിലേക്ക് കയറാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണമോ ഇഴജന്തുക്കളും അങ്ങനെയൊക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു കാട്ടുവഴിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം ഈ ഒരു വഴിയിലൂടെ നടന്നു പോകാൻ. ഈ ഒരു മലയിലെ ഇടക്ക് കടുവയും പുലിയൊക്കെ ഇറങ്ങാറുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവരെങ്ങനെയല്ല ഇതിൻ്റെ മേലെ ഒറ്റക്ക് താമസിക്കണം. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ഒന്ന് നേരിട്ട് പോയി കണ്ടേക്കാന്ന് വെച്ച് കുറച്ച് കയറിയപ്പോൾ തന്നെ എല്ലാവരും കതച്ച് വിഷമിച്ച്. അമ്മാതിരി കയറ്റമാണ്. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടാ. എന്ന് പറഞ്ഞാൽ അത്രയും ഹൈറ്റിലാണ്. കുത്തനെയുള്ള കയറ്റമാണ്. ഇത് വീഡിയോയിൽ കാണാൻ നേരം മനസ്സിലാവില്ല. എവിടെ മല കയറാൻ പോയാലും വെള്ളമായിട്ടേ നമ്മൾ പോകാറുള്ളൂ. പക്ഷെ ഇവർ ഇത്രയും ഹൈറ്റിലാണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇത് കയറി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു വെള്ളം കിട്ടാതെ തന്നെ അവസ്ഥയുണ്ടല്ലോ മല കയറാൻ നേരം. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെള്ളമില്ല. സംസാരിക്കാനൊന്നും നാക്ക് പൊന്തണില്ല കേട്ടോ. അത്രയും നാക്കും വായൊക്കെ ഡ്രൈ ആയി. ഏകദേശം നമ്മൾ എത്താനായിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ വഴിയൊക്കെ ഏകദേശം കണ്ടുപിടിച്ച് ഇനിയിപ്പോൾ ഈ വഴി നേരെ നടന്നു കയറി കഴിഞ്ഞാൽ വനമുത്തശ്ശീൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ എത്താൻ പോണത്. ഈ പാറേൻ്റെ സൈഡിൽ വിറകൊക്കെ കൂട്ടിയിട്ടേക്കണുണ്ട്. അത് വനമുത്തശ്ശി വിറക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട്, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വിറകുകളൊക്കെ ശേഖരിച്ച് വെച്ചേക്കണതാണ് കൊണ്ടുപോകാനായിട്ട്. എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട്, ഭക്ഷണം പാകം ചെയ്യാനുള്ള എന്തെങ്കിലും സാധനം വാങ്ങാനായിട്ട് ഈ ഒരു മുത്തശ്ശി താഴത്തേക്ക് ഇറങ്ങണ അവസ്ഥയെന്ന് ആലോചിക്കണം. അമ്മാതിരി നടപ്പ് നടക്കാനുണ്ട് താഴേക്ക്.
എത്തി. നേരെ മേലെ കാണുന്നതാണ് വനമുത്തശ്ശിൻ്റെ വീട്. ഈ കല്ലുകളൊക്കെ വെച്ച് വഴിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ മേളിലേക്ക് കയറുമ്പോൾ തടിയൊക്കെ കൊണ്ട് മണ്ണൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വഴിയൊക്കെ അത്ര മനോഹരമാണ്. ഒരു വേസ്റ്റ് പോലും ഇവിടെ ഇല്ല. നിറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ച് നോക്ക്, അത്രയും ഭംഗിയുള്ളൊരു വീടാട്ടോ. നമ്മളിത് ഇവിടെ എത്തിയപ്പോൾ ഞെട്ടിപ്പോയി ആ ഒരു ഇവിടുത്തെ ഒരു ആംബിയൻസ് കണ്ടിട്ട്. ഈ കാണുന്ന ഒരു മലേൻ്റെ ഇടുക്കിലാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തേക്കണത്. കയറി വന്നപ്പോൾ തന്നെ നമ്മൾ സോളാറാണ് കേട്ടോ കണ്ടത്. കാരണം ഇവിടെ കറണ്ട് കിട്ടൂല, സോളാറിൽ രാത്രി വെട്ടം തെളിയുള്ളൂ. ഒരു കൊട പോലെ ഇരിക്കണ ഒരു പാറേൻ്റെ ഇടുക്കിനാണ് ഈ ഒരു വീട്. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നനയും. എങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വീട് കാണാനായിട്ട്. എന്താ നോക്ക്, ഇങ്ങനൊരു വീട് ഈ കേരളത്തിൽ ഇനി വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ഭംഗിയുള്ള ഒരു വീട്. വനമുത്തശ്ശി ഇതാ പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അടുത്ത് കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് വർഷം ഇവിടെ താമസിക്കണം. ഇവിടെ അകത്ത് നമ്മളിനി ഈ വീടിൻ്റെ അകമാണ് കാണാൻ പോണത്. പഴയ സെറ്റപ്പിലുള്ള അടിപൊളി നല്ല ഭംഗിയുള്ള, അകത്തൊക്കെ എന്താ വൃത്തി നോക്കുക, അത്രയും വൃത്തിയുള്ള ഒരു വീടാണ് കേട്ടോ. ഇവരിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കണത്. അതുപോലെ തന്നെ ഫുള്ള് ചുമരും കാര്യങ്ങളൊക്കെ കാണാൻ എന്താ ഒരു ഭംഗി. വനമുത്തശ്ശിൻ്റെ ഫോട്ടോയൊക്കെ ആരോ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലൊരു വീട് ഇനി വേറെങ്ങും ഉണ്ടാവില്ല. ഈ വീടിൻ്റെ സൈഡിൽ കൂടി ഈ മേലെ പാറേൻ്റെ മേലേക്ക് കയറാനുള്ള വഴിയാണ് കേട്ടോ. ആ വഴി കയറിയപ്പോൾ നമ്മൾ കണ്ടാട്ടോ ഇവർ കാപ്പിക്കുരുവൊക്കെ പറിച്ച് ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് ഉപയോഗിക്കാനാണോ വിൽക്കാനാണോന്നൊന്നും അറിയില്ല. നോക്ക്, നല്ല പഴുത്ത കാപ്പിക്കുരു. ഇതിൽ ആ കാടിനകത്ത് നിറച്ച് ഇഷ്ടം പോലെ കാപ്പി മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതേ കുറേ വിറകും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട, കറക്റ്റ് മല ഇടുക്കിനാണ് ആ വീട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ കാണുന്നതാണ് നമ്മളൊക്കെ താമസിക്കുന്ന വീടുകൾ. ഏകദേശം കണ്ടില്ലേ, അത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കയറി വന്നേക്കണത്. കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഇവർക്കൊന്നും അങ്ങനെ പേടി ഉണ്ടാവില്ല കേട്ടോ. ഇവരൊക്കെ ചെറുപ്പം മുതലേ കാട്ടിലൊക്കെ ഇങ്ങനെ താമസിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് വന്യജീവികളെയൊന്നും പേടിയുണ്ടാവില്ല. നമ്മളൊക്കെയാണ് കാണണമെങ്കിൽ ഇത് നോക്ക്, ഇവിടെ അതേപോലെ തന്നെ കാപ്പിക്കുരുവും സംഭവങ്ങളൊക്കെ ഉണക്കി സെറ്റാക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പാറപ്പുറത്ത്. ഇതിൻ്റെ മേളിലേക്ക് ഫുള്ള് കാടാണ്. അങ്ങോട്ടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെടും. പാറയിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. മേളിലൊരു ഇതിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളം ഇവിടുത്തെ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ മേളിൽ എന്തോ ഒരു ഉറവയുണ്ട്. ഉറവയിൽ നിന്ന് പൈപ്പിട്ട് ടാങ്ക് വെച്ചാണ് ഇവരിങ്ങോട്ട് വെള്ളം എടുക്കുന്നത്. ആ കാണുന്ന മരത്തിന്റെ വേരാണ് ഈ പാറേന്റെ ഇടയിൽ കൂടി ഇറങ്ങി താഴേക്ക് വന്നേക്കണം. വനമുത്തശ്ശിന്റെ ഈ ഒരു വീട് അത്രയും ഭംഗിയുള്ള ഒരു വീടാട്ടാ. ഇതേപോലെ ഒരു വീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീട് മാത്രമല്ല ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാനട്ടാ. ഏകദേശം 6 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോക്ക് വൻ ടാസ്ക്കാണ്. പിന്നെ ജീവികളുടെയൊക്കെ ആക്രമണം ഉണ്ടാകാനുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരുട്ട് വീണ് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോക്ക് നടക്കില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം.